ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചായ പലഹാരത്തിനായി ഉണ്ടാക്കുന്നത് ഉള്ളിവടയാണ്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 3 ഉള്ളി, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്. ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തു. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പില്ല. ഇത് ഒന്നായിട്ട് കൂട്ടിയിട്ട് ഉപ്പ് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കണം. ഇതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞരടി വെക്കുക. ഉപ്പ് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർക്കാം. 1 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്കിത് കയ്യിലെടുത്ത് ഒന്ന് പരത്തിയിട്ട് എണ്ണയിലേക്ക്, നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ മൈദപ്പൊടി ചേർത്തിട്ടില്ല, അരിപ്പൊടിയാണ് ചേർത്തത്. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ പാത്രമാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇത് ചീനച്ചട്ടിയാണ് എടുത്തത്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം ഒന്ന് മൂത്ത് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. അത് ഓരോരോ ഇഷ്ടമാണ്. നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട റെഡിയായി. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് കടലപ്പൊടിയും കൂടിയാണ് ചേർത്തത്. ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്താൽ മതി. മൈദ അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട റെഡിയായി. നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക, കഴിച്ചു നോക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.